പൊതുജനങ്ങൾക്ക് ഏറെ അറിയേണ്ട കാര്യം ഇതാണ്. മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങേക്ക് ഏത് രീതിയിലും ഇടാം, പക്ഷേ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ചെയ്തതിനെ അങ്ങ് എങ്ങനെ ന്യായീകരിക്കുന്നു? അത് നമുക്ക് ആദ്യം എടുക്കാം. ഞാൻ പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൽ തന്നെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ശ്രീരാമന് ജയം വിളിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യൻ ഞാൻ പൂർത്തിയാക്കിയിട്ട് സംസാരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൽ ഇന്ത്യൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ദേശീയ പുരുഷന്മാരുടെ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അങ്ങ് പറഞ്ഞതുപോലെ അക്ബറുടെ കോട്ടയാടുണ്ട്, ഗുരു ഗോവിന്ദ് സിംഗ് ഉണ്ട്, ശ്രീരാമ ഭഗവാനാണ് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീരാമ ഭഗവാനെയും ലക്ഷ്മണനെയും സീതാദേവിയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൽ ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രം അതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീരാമന്റെ പേര് ശ്രീരാമ ജയം എന്ന് പാലക്കാട് നഗരസഭയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അത് ഭരണഘടനയെ അനുസരിക്കുന്നതാണ്, ഭരണഘടനയെ നിരസിക്കുന്നതല്ല, ഭരണഘടനയെ അനുസരിക്കുന്നതാണ്. ഭരണഘടന ഏത് മൂല്യങ്ങളാണോ ഉൾക്കൊള്ളുന്നത് ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജയ് ശ്രീറാം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗോവിന്ദ് സിംഗും അക്ബറും ഉൾപ്പെടാതെ പോയി? ഭരണഘടനയിൽ ഉൾപ്പെട്ട ഗോവിന്ദ് സിംഗിനെയും അക്ബറിനെയും എന്തുകൊണ്ട് വരച്ചു ചേർത്തില്ല? അല്ല, അങ്ങനെ നാളെ അവരുടെ കോൺഗ്രസിനോ CPM-നോ കിട്ടുമെങ്കിൽ അവർക്ക് സാധിക്കുമെങ്കിൽ അവരതൊക്കെ ചെയ്തോട്ടെ. അവിടെയുള്ള ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രം താങ്കൾ എടുത്തെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞ മറ്റൊരു ചിത്രം എന്തുകൊണ്ട് എടുത്തില്ല? അതാണ് എന്റെ ചോദ്യം. അല്ല, അവിടെ സ്വാഭാവികമായിട്ട് ശ്രീരാമനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്രീരാമന്റെ പേര് വെച്ചു. പക്ഷേ മുനിസിപ്പാലിറ്റി ശ്രീരാമനെ മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ സ്ഥാപനമല്ല. മുനിസിപ്പാലിറ്റി ശ്രീരാമനെ മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ സ്ഥാപനമല്ല. അവിടെ അള്ളാഹുവും ഒരുപക്ഷെ ഗോവിന്ദ് സിംഗും ഒരുപക്ഷെ ഈ പറയുന്ന ക്രിസ്ത്യാനികളും ഇതിൽ വിശ്വാസമില്ലാത്തവരും എത്തുന്ന സ്ഥലമാണ് സന്ദീപ് നായരെ. അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. സന്ദീപ് വാര്യർ ദേശീയ പുരുഷനാണ്. സന്ദീപ് വാര്യർ ദേശീയ പുരുഷനാണെന്നുള്ളത് മതപാഠശാലയിൽ പറഞ്ഞോ? ഭരണഘടനയിൽ ദേശീയ പുരുഷനില്ല. ഭരണഘടനയിൽ ദേശീയ പുരുഷനില്ല. ദേശീയ പുരുഷൻ ആയതുകൊണ്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അല്ല, അങ്ങനെയാണെങ്കിൽ അക്ബർ ആരാ? അങ്ങനെയാണെങ്കിൽ അക്ബർ ആരാ? അക്ബർ ആരാണ് സാർ? ഗോവിന്ദ് സിംഗ് ആരാണ് സാർ? ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സംസ്കാരം നിങ്ങളുടെ വ്യാഖ്യാനമെന്നേ. അതാണ് ദേശീയ പുരുഷൻ എന്നുള്ളത് ഭരണഘടനയിൽ എവിടെ പറയുന്നു? ദേശീയ പുരുഷനാണ് ശ്രീരാമൻ എന്ന ഭരണഘടനയിൽ എവിടെ പറയുന്നു? ദേശീയ പുരുഷനാണെന്ന് എവിടെ പറയുന്നു? അദ്ദേഹം ദേശീയ പുരുഷനായതുകൊണ്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അക്ബറിനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? മഹാവീരനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ബുദ്ധനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? സുഭാഷ് ചന്ദ്രബോസിനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഗോവിന്ദ് സിംഗിനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഇവരെ ഒന്നും ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് ശ്രീരാമനെ ഇഷ്ടമായതുകൊണ്ട് അവർ ശ്രീരാമൻ ഇട്ടു. നാളെ ഗുരു ഗോവിന്ദ് സിംഗിനെ ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തൂക്കൂ, പാർട്ടി ഓഫീസിൽ തൂക്കൂ, ശാഖയിൽ തൂക്കൂ, ക്ഷേത്രങ്ങളിൽ തൂക്കൂ. ഞങ്ങൾ എതിര് പറയില്ല, ഒരാളും എതിര് പറയില്ല. പക്ഷേ അത് മുനിസിപ്പാലിറ്റിയിൽ തൂക്കാൻ സന്ദീപ് വാര്യർക്കോ സന്ദീപ് വാര്യർ പ്രതിനിധാനം ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയിലെ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിക്കോ എന്ത് അവകാശം? അതാണ് ചോദ്യം സാർ. ഇതൊരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും കടന്നു വരേണ്ട ഇടമാണ്. അല്ല, നിങ്ങൾ ശ്രീരാമനെ അങ്ങനെ ചുരുക്കിക്കാട്ടുന്നതാണ് പ്രശ്നം. ശ്രീരാമ ഭഗവാനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ദേശീയ പുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതിൽ ആർക്കും തടസ്സമില്ല. ഇവിടെ ശ്രീരാമന് ജയം വിളിക്കുന്നതുകൊണ്ട് ആർക്കും അത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമേ ഇല്ല. ആർക്കും അതിൽ വേദന തോന്നേണ്ട കാര്യമില്ല. അല്ലാഹു അക്ബർ എന്ന് എഴുതിയിട്ട് അക്ബർ രാമ എന്ന് എഴുതിയിട്ട് അക്ബറിന്റെ പടം കൂടി വെച്ചോട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അക്ബറിന്റെ പടം വെക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ചുള്ള പദങ്ങൾ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ വെക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജയ് ശ്രീറാം എന്ന ഭരണഘടനയിലുണ്ടോ? ജയ് ശ്രീറാം എന്ന ഭരണഘടനയിലുണ്ടോ? ജയ് ശ്രീറാം എന്ന ഭരണഘടനയിലുണ്ടോ? ശ്രീരാമൻ ഭഗവാൻ ഭരണഘടനയിൽ കാണിച്ചിട്ടുള്ള ശ്രീരാം എന്ന ഭരണഘടനയിലുണ്ടോ? അല്ല, ഭരണഘടനയിൽ കാണിച്ചിട്ട് ശ്രീരാമനെ ജയ് വിളിച്ചാൽ എന്താ? ഭരണഘടനയിൽ അക്ബർ ഉണ്ടല്ലോ, ഭരണഘടനയിൽ അക്ബർ ഉണ്ടല്ലോ, ഭരണഘടനയിൽ മഹാവീരനുണ്ടല്ലോ, ഭരണഘടനയിൽ ബുദ്ധനുണ്ടല്ലോ. അരുണൊരു കാര്യം ചെയ്യേ
അല്ല അരുൺ ഒരു കാര്യം ചെയ്യും, നാളെ പാലക്കാട് നഗരസഭ മുമ്പിൽ പോയി ജയ് അക്ബർ എന്ന് വിളിച്ചോ, ഞങ്ങൾക്ക് എന്താ തെറ്റ്? അല്ലല്ല, എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അധികാരം കിട്ടി ആ മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ബാനർ തൂക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന, കേരളത്തിൽ സംഭവിക്കുന്ന ആ കാഴ്ചയെ നമുക്ക് ഭരണഘടനാപരമായി ന്യായീകരിക്കാൻ കഴിയില്ല സന്ദീപ്. എന്തൊക്കെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അതിന് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ധാരാളം. അക്ബറിനെ ഒഴിവാക്കുന്നതും മഹാവീരിനെ ഒഴിവാക്കുന്നതും ജൈനിനെ ഒഴിവാക്കുന്നതും അല്ല പ്രശ്നം. അത് ഭരണഘടനയിലെ റെപ്രസെന്റേറ്റീവ് ഇമേജ് ആണ്. ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചർച്ച ചെയ്ത് തീരുമാനിച്ചതല്ല. അത് നന്ദലാൽ ബോസും ഈ പറയുന്ന ഭരണഘടനയുടെ ഇല്ലിസ്ട്രേഷൻ നടത്തിയവർ വരച്ചു ചേർത്തതാണ്. അത് എഴുതി വെച്ചിരിക്കുന്ന പ്രേം ബിഹാരി നാരായൺ റൈസാദ അടക്കമുള്ളവരുടെ ആ ഒപ്പതിനകത്തുണ്ട്. ഇതെല്ലാം ഈ മുനിസിപ്പാലിറ്റിയിൽ പ്രദർശിപ്പിക്കുമെങ്കിൽ ഞാൻ എന്റെ വാദം പിൻവലിച്ചു. പ്രേം ബിഹാരി നാരായൺ റൈസാദയുടെ പേരും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയും എഴുതി വെച്ചിട്ട് ഒറിജിനൽ പതിപ്പ് നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വെക്കൂ, ഞാൻ വന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കാം. പക്ഷേ അടർത്തി മാറ്റി ഒരു ചിത്രമെടുത്ത് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ അധികാരം സന്ദീപിനോ സന്ദീപിന്റെ പാർട്ടിക്കോ മതേതര ഭാരതം നൽകുന്നില്ല സന്ദീപ്. അതാണ് പ്രശ്നം സന്ദീപ്. ക്ഷമിക്കണം, ഞാൻ ഇത്രയും അധികം സംസാരിച്ചതിന് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എനിക്ക് അതിലേക്ക് പോകണം. സന്ദീപ്, ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല നിങ്ങളൊരു ഗോൾ പോസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ സ്വയം ഗോളടിച്ച് പോലെ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീരാമന്റെ പേര് വെച്ചതാണോ മറ്റുള്ളത് വെക്കാത്താണോ നിങ്ങളുടെ പ്രശ്നം? ശ്രീരാമന്റെ പേര് വെക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീരാമൻ ഈ രാജ്യത്തെ ഒരു ദേശീയ പുരുഷനാണ്. രാജ്യത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശ്രീരാമനെ ദേശീയ പുരുഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല സന്ദീപ് വാര്യർ. ശ്രീരാമൻ ദേശീയ പുരുഷനാവുന്നത് നിങ്ങളുടെ ശാഖയിലും അമ്പലങ്ങളിലും ശ്രീരാമനാമം ജപിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ശ്രീരാമനാമം ജപിക്കാൻ പോകുന്ന സമയത്തും എനിക്ക് ശ്രീരാമനാമൻ ഒരു പുരുഷനാണ്. അത് ദേശീയ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശ്രീരാമൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമായ ഒരു ദൈവമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അത് ഭരണഘടന നൽകുന്നുണ്ട്. ആ വ്യാഖ്യാനം സന്ദീപിന്റെയാണ്. ഭരണഘടനയുടെ പേര് ചാർത്തരുത്. അല്ലാതെ ഭരണഘടനയുടെ പേര് ചാർത്തരുത്. അത് ഭരണഘടനയുടെ പേര് ചാർത്തരുത്. അത് സന്ദീപ് വാര്യരുടെയും സന്ദീപ് വാര്യർ പ്രധാന ചെയ്ത പാർട്ടിയുടെയും വ്യാഖ്യാനമാണ്. ജയ്ക്ക് ഒറ്റ വാചകത്തിൽ ഇതാണ് ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ചിത്രം. ആ ചിത്രത്തിന്റെ ഇമേജും അല്ല, ഒരു കാര്യം കൂടി, ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഒറ്റ കാര്യം കൂടി സന്ദീപ്, ഭരണഘടനയിൽ വരച്ചിരിക്കുന്ന ചിത്രം അതേപടിയാണോ വരച്ചിരിക്കുന്നത്? ഭരണഘടനയിൽ വരച്ചിരിക്കുന്ന ചിത്രം അതേപടിയാണോ മുനിസിപ്പാലിറ്റിയിൽ വരച്ചു വെച്ചിരിക്കുന്നത്? 5 വർഷം കഴിഞ്ഞാൽ പാലക്കാട് ഇത് വീണ്ടും ആവർത്തിക്കും. വീണ്ടും ഇതേപോലെ ശ്രീരാമന്റെ ചിത്രം വീണ്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ വരയ്ക്കും എന്നാണോ? ഒരു സംശയവും വേണ്ട. പാലക്കാട് മുനിസിപ്പാലിറ്റി 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും BJPയുടെ ഭരണം വരും. ആ സമയത്ത് വീണ്ടും ജയ് ശ്രീറാം ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. എന്തിനാണ് നിങ്ങൾ ശ്രീരാം ഭഗവാനെ അപമാനിക്കാൻ കൂട്ടു നിൽക്കുന്നത്? നിങ്ങളാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് ഈ വിഷയം ഒരു മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ശ്രീരാമന്റെ ചിത്രം കൊണ്ടുവച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളല്ലേ?